ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 6-ാം വാക്യം. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമള്ളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. ദൈവത്തിൻ്റെ ദയയിൽ ശരണപ്പെട്ട് സൗമ്യതയോടെ ജീവിക്കുന്ന സങ്കീർത്തനക്കാരൻ വാക്കുപോലെ പ്രവൃത്തിയുമായതുകൊണ്ട് തൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം തനിക്ക് ഉത്തരമരുളുമെന്ന് വിശ്വസിക്കുന്നു. ആവശ്യങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിച്ച ദാവീദ് ദൈവമുൻപാകെ തൻ്റെ കാര്യം അവതരിപ്പിക്കുന്നതിന് ധൈര്യപ്പെടുന്നു. എൻ്റെ അപേക്ഷ കേൾക്കുവാൻ നിൻ്റെ ചെവി ചായ്ക്കണമേ എന്ന് മറുപടി ലഭിക്കും വരെ പ്രാർത്ഥിക്കുവാനാണ് ദാവീദ് ആവശ്യപ്പെടുന്നത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയും ഒരുപോലെയായാൽ ധൈര്യത്തോടെ ദൈവസനയിൽ നിൽക്കുവാൻ നമുക്ക് കഴിയും. ദൈവസനയിൽ പൂർണ്ണമായി തുറന്ന മനസ്സും ദൈവത്തോടുള്ള സത്യസന്ധതയിലും നമുക്ക് അടുത്തു വരാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിഷ്കളങ്കതയോടെ നിന്നിൽ ശരണപ്പെടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.